തീർച്ചയായും സുധാകരൻ്റെ യോഗ്യതാ മാനദണ്ഡം സംഘപരിവാറാണ്. അതുകൊണ്ടാണ് അതിൽ തെറ്റില്ലാത്ത എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. അവരൊക്കെ യോഗ്യരാണെന്ന് തോന്നുന്നത്. സംഘപരിവാറുകാരെല്ലാം യോഗ്യരാണെന്നും സംഘപരിവാറാണ് ഏറ്റവും യോഗ്യം എന്നും കരുതുന്ന ഒരാളാണ് സുധാകരൻ. എത്ര നാളെടുക്കും അദ്ദേഹം ഇനി ആ യോഗ്യരുടെ പട്ടികയിൽ എത്തിച്ചേരാനെന്ന് മാത്രമേ നമുക്കറിയേണ്ട കാര്യമുള്ളൂ. കോൺഗ്രസിൻ്റെ അതിദയനീയമായിട്ടുള്ള പതനവും പാപ്പരത്വവുമാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു നിർണായകമായിട്ടുള്ള പോരാട്ടത്തിലാണ് കേരളം. ഇത് ഗവർണർക്കെതിരെ എന്നുള്ള പ്രശ്നമല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര BJP സർക്കാർ, സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരും മതനിരപേക്ഷ കേരളവും തമ്മിലുള്ളൊരു പോരാട്ടമാണ്, അല്ലെങ്കിൽ മതനിരപേക്ഷ സമൂഹം തമ്മിലുള്ളൊരു പോരാട്ടമാണ്. അത്തരമൊരു പോരാട്ടത്തിലാണ് ഇത്തരം നിലപാടുകൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. KPCC പ്രസിഡന്റ് പരസ്യമായി സംഘപരിവാറിനൊപ്പം നിൽക്കുന്നു. അതിനെ മൗനം കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അനുകൂലിക്കുന്നു. മതനിരപേക്ഷ നിലപാടുണ്ടെങ്കിൽ സുധാകരൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടല്ല, സുധാകരനെ ഞങ്ങൾ തള്ളുന്നു എന്ന് പറയാൻ തയ്യാറാവേണ്ട KPCC പ്രസിഡന്റ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് KPCC പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കല്ലേ ചെയ്യേണ്ടത്. ഇത്ര ഗുരുതരമായ ഒരു നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ, സംഘപരിവാർ അനുകൂല നിലപാട് പരസ്യമായി പച്ചയായിട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന് KPCC പ്രസിഡൻ്റായിട്ട് തുടരാൻ കഴിയുന്നത്? എങ്ങനെയാണ് തുടരാൻ കഴിയുന്നത്? അപ്പോൾ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് ആകെ എന്നാണ് ഇതായിട്ട് മാറുക എന്ന് നമ്മൾ കാത്തിരുന്നാൽ മതി. പ്രതിപക്ഷ നേതാവിൻ്റെയും മനസ്സ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി താഴെ വണങ്ങിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ചിത്രമുണ്ട്. ആ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കുക? മാത്രമല്ല, RSS നേതാക്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, പറവൂരിലെല്ലാം അവരെങ്ങനെ സഹായിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ എന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംഘപരിവാറുമായി സന്ധി ചെയ്ത് കഴിഞ്ഞവരാണ്. അത് മനസ്സിലാവാത്ത കുറച്ച് കൂട്ടരുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരുണ്ട്. അപ്പോൾ സംഘപരിവാറുമായി സന്ധി ചെയ്ത് കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത്. മനസ്സിലായി. സുധാകരനെ, പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് വെള്ളപൂശാൻ കാര്യമായിട്ട് ശ്രമിക്കുന്നവർ ചിലരുകളൊക്കെയാണ്. ഞങ്ങൾ കാര്യമായിട്ട് തന്നെ അത് നിരന്തരം തുറന്നു കാണിച്ചിട്ടുണ്ട്. അതിനെയും തുടരും. തെറ്റായൊരു കാര്യത്തിനെതിരായിട്ടല്ല വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ആ തെറ്റായ കാര്യം തിരുത്തുന്നത് വരെ സമരം തുടരും. ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റായ നടപടിക്കെതിരായി, എല്ലാ നടപടികൾക്കും എതിരായിട്ട് ഇനി അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അവസാനമായിട്ട് എവിടം വരെ പോകും നമുക്ക് നോക്കാം.